എന്റെ കല്യാണം ആയിട്ടുണ്ട് അല്ലേ? ശ്രീധനം ഇല്ല, ഞാൻ ശ്രീധനത്തിന് എതിരാണോ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 5 പൈസ മേടിക്കാതെ കല്യാണം അതല്ല ഇവള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം പറയാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അനുമോളുടെ കൂടെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. ഞങ്ങളുടെ സ്റ്റാർ മാജിക്കിൽ ഓരോ ഫാമിലി മെമ്പറും ഞങ്ങൾ ഇങ്ങനെ പുറത്ത് വെച്ചാൽ കാണാൻ നേരത്ത് ഭയങ്കര സന്തോഷമാണ്. സ്റ്റാർ മാജിക് അല്ലാതെ ഇങ്ങനെ ഫംഗ്ഷനിലൊക്കെ വന്ന് കാണുമ്പോൾ നമ്മൾ ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ട്, വേറെ ഉദ്ഘാടനമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചനിയത്തിയുടെ കൂടെ ഭയങ്കര നവാടിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഭയങ്കര അനിയത്തിയുടെ കൂടെ ഒരു ഉദ്ഘാടനത്തിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാർ മാജിക്ക് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു ചെറിയ ഒരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടാവും, ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു പോസിറ്റീവ് എനർജിയാണ് അവിടെ എല്ലായിടത്തും. ഇങ്ങനെ ഞങ്ങളുടെ ആർട്ടിസ്റ്റുകൾ മാത്രമല്ല കേട്ടോ, ക്യാമറമാൻ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ, കോസ്റ്റ്യൂമിൻ്റെ ആൾക്കാർ അങ്ങനെ ഓടി നടക്കുള്ളൂ. അടിപൊളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും സംസാരിക്കും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അനു വന്നില്ലെന്ന് ചോദിക്കും, വെറുതെ പറഞ്ഞല്ലോ ഇത് മനസ്സിൽ തട്ടി പറയണ. അനു ഒരു കൊച്ചുകുട്ടി ഇവള് വൈബാണ്. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഇവള് വന്നിരുന്നെങ്കിൽ നമുക്ക് ആ വിഷമം മാറും. അപ്പൊ അങ്ങനെ ഒരു അതൊന്നും നമ്മള് അത് സോഷ്യൽ മീഡിയ അല്ലേ, സോഷ്യൽ മീഡിയയിൽ എന്ത് കേൾക്കണത് നമ്മളത് ഈ ചെവി കൂടെ ആ ചെവി കൂടെ കളയും. ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്നും മൈൻഡ് അല്ല അല്ലേ ടീമേട്ട? എന്തെല്ലാം കേൾക്കുന്നു അതൊക്കെ നമ്മൾ അതൊക്കെ കേൾക്കാൻ വേണ്ടിട്ടാണല്ലോ ഈ ഒരു ഫീൽഡിലോട്ട്. ഇവളിങ്ങനെ കോമഡി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവളുടെ തീരുമാനം എടുക്കാൻ നമുക്ക് നന്നായിട്ട് തന്നെ ബോൾഡാണ് ഇവള്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറ്റക്കാണ് എല്ലായിടത്തും പോകുന്നത്. നല്ല അടിപൊളി ഉമ്മണാണ് ഇവള് അല്ലേ? അതല്ല ഇവള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റക്ക് അധ്വാനിച്ച് ഇത്ര എത്തിയ ആളാണ്. അതാണ് എനിക്ക് പറയുമ്പോൾ എനിക്ക് രോഗം എണീക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റക്ക് അധ്വാനിച്ച് ഇവിടത്തോളം എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നും വന്നേക്കുന്ന ഒറ്റക്ക്. എൻ്റെ കൂടെ ഒരാളുണ്ട്, ഇവളുടെ കൂടെ ആളില്ല. പേടിയല്ല, എവിടെയാണെങ്കിലും ലോകത്തിലെ ഏതാ തിരുവല്ല ഒറ്റക്ക് പോകുള്ളൂ. അത്ര ശക്തിയുള്ള ആളാണ്. അപ്പൊ ആ ആളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അവളുടെ തീരുമാനം അവളുടെ എടുത്തോളൂ. അതെ ഞാൻ എന്റെ തീരുമാനങ്ങൾ ഞാൻ തന്നെ പിന്നെ സോഷ്യൽ മീഡിയക്കാരും എടുക്കാറുണ്ട്. ചിലപ്പോൾ എന്റെ അച്ഛനും അമ്മയും എടുക്കാത്ത തീരുമാനങ്ങളാണ് സോഷ്യൽ മീഡിയക്കാർ എടുക്കുന്നത്. അതെ എന്റെ കല്യാണം കഴിഞ്ഞു അങ്ങനെ എന്തൊക്കെയോ അല്ലേ, അതെ ആദ്യം തന്നെ കല്യാണം ആയാലും ഇല്ലെങ്കിലും എന്തുണ്ടെങ്കിലും ഞാൻ ആദ്യം നിങ്ങൾ കഴിഞ്ഞ ആരും ഉള്ളൂ കേട്ടോ. അതെ എന്റെ കല്യാണം ആയിട്ടുണ്ട് അല്ലേ? അയ്യോ സർപ്രൈസ് ആണ്. നമ്മള് ഇപ്പൊ ആദ്യം ഞാൻ വേണമെങ്കിൽ പറയാം, ചെറുതായിട്ട് കുഞ്ഞു തരാം. ടീമേട്ടന്റെ കല്യാണം ഏകദേശം ആയിരിക്കുകയാണ് അല്ലേ ടീമേട്ട? പെൺകുട്ടി ആരാന്നൊക്കെ ഉള്ളത് വഴിയെ നമുക്ക് അറിയാം അല്ലേ ടീമേട്ട? ഞാൻ ചെറിയ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന നല്ലൊരു കേട്ടോ. ഓരോ പുരുഷന്മാരും കേൾക്കേണ്ട ഒരു കാര്യമാണ്. കല്യാണം കഴിക്കുന്നത് ഫുഡ് ഉണ്ടാക്കാനല്ല അല്ലേ? നമുക്കൊരു കൂട്ടാണല്ലേ ടീമേട്ട? നമുക്ക് ജീവിതകാലം വരെ ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്ന ആളായിരിക്കണം നമുക്ക് കല്യാണം കഴിച്ചു. സോഷ്യൽ മീഡിയയിൽ അമ്മച്ചി ഫുഡ് വെച്ച് തരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, കമന്റിൽ ചോദിക്കാറുണ്ട് ഒരു കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. കല്യാണം കഴിക്കുന്ന ഫുഡ് ഉണ്ടാക്കാനാണ്. കല്യാണം കഴിപ്പിച്ചു കൊണ്ടുവന്നത് ഫുഡ് ഉണ്ടാക്കി തരാൻ വേണ്ടിയാണോ എന്നൊരു ചോദ്യം. അമ്മച്ചിക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല, അമ്മച്ചിക്ക് ഇഷ്ടമാണ്. ഇല്ല നമ്മുടെ വീട്ടിലേക്ക് നമ്മളെ അമ്മമാര് വെച്ചിരുന്നില്ല പിന്നെ ഇല്ല അമ്മമാരൊക്കെ വീട്ടിൽ ജോലികളും എടുത്തില്ലെങ്കിൽ കിടന്നു പോകും ശരിക്കും പറഞ്ഞാൽ. എന്റെ അമ്മച്ചേക്ക് ഇപ്പോഴും നല്ല പുലി പോലെ കിടക്കണത്. വീട്ടിലെ ചെറിയ ചെറിയ ജോലിയൊക്കെ എടുക്കണമെന്ന് ജോലി ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ അസുഖങ്ങൾ വരത്തേ ഉള്ളൂ. അത് അമ്മച്ചിനെ എനിക്ക് ഭയങ്കര കാര്യമുണ്ട്. അനുവിനെ ഇഷ്ടമുള്ള പോലെ തന്നെ അമ്മച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ നമുക്ക് 2024 എന്ന് പറഞ്ഞാൽ ഇപ്പൊ നാളെ കല്യാണം നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നാളെ നമ്മളൊരു എന്താ പറയണ്ട ഡേറ്റ് ഒക്കെ കുറിച്ച് വെച്ചാലും ദൈവം എന്ന് പറഞ്ഞ ആള് ചിലപ്പോൾ അത് മാറ്റി നിമിത്തമാണ്. അതായത് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ നടക്കത്തില്ല. അതൊക്കെ ഒരു നിമിത്തമാണ്. നമുക്ക് എന്താന്നുള്ളത് ദൈവം എന്താണ് നമുക്ക് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതേ നടക്കും. എന്റെ കല്യാണം ഞാൻ പറഞ്ഞില്ലേ, ദൈവം എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് അതേ നടക്കും. കൊടുക്കാൻ താല്പര്യം വാങ്ങുന്നത് ഇല്ല, ഞാൻ ശ്രീധനത്തിന് എതിരാണോ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പെണ്ണിനെ പോറ്റാനുള്ള ഒരു പ്രാണിയൊക്കെ എനിക്കുണ്ട്. പൈസയാണെങ്കിൽ ആണെങ്കിലും ഒരു വീട് വെക്കാനുള്ള പൈസയൊക്കെ ആണെങ്കിലും ഞാൻ 5 പൈസ മേടിക്കാതെ കല്യാണം കഴിക്കും. പൈസയുടെ ആവശ്യമൊന്നുമില്ല. എന്തിനാ വാങ്ങുന്നതിനോട് എന്താണ് ഒരുപാട് പേര് ഇപ്പൊ വാങ്ങിച്ച്
അത് പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ ഒരു ഇത് വന്നു കിടക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ ചിലപ്പോൾ അമ്മമാര് അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും, പിന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇനി വരുന്ന തലമുറയൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ആ തലമുറ മേടിക്കുന്നുണ്ടോ അതെനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെയാണെങ്കിൽ ശ്രീധരൻ മേടിക്കണമെങ്കിൽ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് അല്ലേ? പെണ്ണ് തന്നെ ഏറ്റവും വലിയ ധനമാണല്ലേ. അതെ, പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാനല്ല, അതിന് ഏറ്റവും വലിയ ധനം പെണ്ണാണ്. ഇപ്പൊ ഒരു പനി വന്നു കിടന്നാലോ ആരാ നോക്കാൻ? ആ പറയുന്ന ഒരു കൂട്ടിന് വരുന്ന ഒരു ഫോട്ടോ എടുക്കാനാണോ നമ്മുടെ? ഓക്കെ, എന്തായാലും നമ്മുടെ ഈ ഒരു ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ മീഡിയയിലെ ചേട്ടന്മാർക്കും വന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. മീഡിയയിൽ എല്ലാവരും മിക്കവരും ഞങ്ങൾ ഇനാഗ്രേഷനൊക്കെ പോകുമ്പോൾ കാണുന്നവരാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം എന്താ പറയുക കൂടപ്പുറപ്പ് പോലെയാണ് അല്ലേ എല്ലാവരും. അപ്പം എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. ഞാനിവിടുത്തെ ഓണറല്ല.